ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം 5 സംഘടനകൾക്ക് കൂടി നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. അവരുടെ രജിസ്ട്രേഷനാണ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത്. 5 NGOകളാണ്. കാരണം ഈ NGOകൾ വിദേശത്തു നിന്ന് ഫണ്ട് വാങ്ങി നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ ദുരൂഹത ഉണ്ട്. ആ കണക്കുകൾ മറ്റും അവർ നൽകുന്നില്ല. ഇതേ തുടർന്നാണ് ഈ സംഘടനകളെ നിരോധിക്കാറുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ ഈ രജിസ്ട്രേഷൻ റദ്ദാക്കിയ സംഘടനകളുടെ എണ്ണം കേട്ടാൽ നാം തന്നെ ഞെട്ടിപ്പോകും. 20,693 സംഘടനകളുടെ രജിസ്ട്രേഷനാണ് റദ്ദാക്കിയത്. ഇപ്പോൾ ഇത് 5 എണ്ണം കൂടി റദ്ദാക്കിയിരിക്കുന്നു. CNI, സിനോഡിക്കൽ ബോർഡ് ഓഫ് സോഷ്യൽ സർവീസ്, വോളണ്ടറി ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ഇൻഡോ ഗ്ലോബൽ സോഷ്യൽ സർവീസ് സൊസൈറ്റി, ചർച്ച് ഓക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ, ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ തുടങ്ങിയ 5 NGOകൾക്കാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ റദ്ദാക്കിയത്. ഇവർക്ക് ഈ വിദേശത്തു നിന്ന് പണം സ്വീകരിക്കാൻ കഴിയില്ല, സ്വീകരിച്ച പണം വിനിയോഗിക്കാനും കഴിയില്ല. ഈ അടുത്ത കാലത്തായി മണിപ്പൂരും മറ്റ് വിഷയങ്ങളും പറഞ്ഞ് ചൊറിച്ചിൽ നടത്തുന്നതിൽ ഭൂരിപക്ഷം പേരും ഇത്തരം NGO സംഘടനകൾ തന്നെയാണ്. കാരണം ഇവരുടെ വിദേശത്തു നിന്നുള്ള ഫണ്ട് തടയുന്നതാണ് ഇത്തരത്തിലുള്ള ഇറിറ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ 5 സംഘടനകൾ കൂടി ആ ഒരു പരിധിയിലേക്ക് എത്തുന്നു രജിസ്ട്രേഷൻ. കാരണം വിദേശത്തു നിന്ന് സംഭാവന സ്വീകരിച്ചുകൊണ്ട് അതിപ്പോൾ പഴയതുപോലെ എല്ലായിടത്തും വാരി വിതറി അവരുടേതായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല. ഇതിലൊക്കെ ചില സംഘടനകൾ മതപരമായ രീതിയിൽ അല്ലെങ്കിൽ പ്രചാരണത്തിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ മതപരിവർത്തനത്തിന് വേണ്ടി പണം ചിലവാക്കുന്ന സംഘടനകളുണ്ട്. ഒപ്പം തന്നെ വിഘടനഭാഗത്തിന് വിത്തുഭാഗം സംഘടനകളുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ വികസന പദ്ധതികൾക്ക് തടസ്സം നിൽക്കുന്ന NGOകളുണ്ട്. നാം ഇത് പലയിടത്തും കണ്ടാണ്. കൂടംകുളത്ത് കണ്ടിട്ടുണ്ട്, വിഴിഞ്ഞത്ത് കണ്ടിട്ടുണ്ട്, പരിസ്ഥിതിയുടെ പ്രശ്നം പറഞ്ഞിട്ടുള്ള സംഘടനകളുണ്ട്. ഇതെല്ലാം രാജ്യത്തെ തകർക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുകിയിരിക്കുന്നത്. അതിന് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 20,693 സംഘടനകളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കൂടി ഒരു 5 എണ്ണം കൂടി ചേർക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.